ഇപ്പം ഞാൻ വന്ന സമയത്ത് മീശയും താടിയും ഞാൻ വയ്ക്കാറില്ലായിരുന്നു. എനിക്ക് മറ്റേ നോർത്ത് ഇന്ത്യൻ കൾച്ചറായിരുന്നു. എനിക്ക് എന്നെ കാണാൻ ഇഷ്ടം വിത്തൗട്ട് മൊസ്റ്റാച്ചാണ്. മീശ ഉണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പറ്റും, പിന്നെ ഇങ്ങനെ ചെയ്യണം, അപ്പോഴും ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കും, പിന്നെ ആരെങ്കിലും അവിടെ എന്തുകൊണ്ട് മീശ എന്നൊക്കെ പറയും. മറ്റേതാണെങ്കിൽ ഒറ്റ വലിയാണ്, ചുണ്ടിൻ്റെ അവിടെ മീശ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനായി, അവിടെ ഒന്നും പറ്റിയൊന്നും ഇരിക്കില്ല. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ മീശയിലൊക്കെ പറ്റിയിരിക്കില്ല. അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്നോട് ആൾക്കാർ പറഞ്ഞു ഈ പോലീസ് വേഷമൊക്കെ കിട്ടണമെങ്കിൽ. അപ്പോൾ ഈ പോലീസ് വേഷങ്ങൾ മിക്കവാറും സിനിമകളിൽ ശക്തമായ വേഷങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വേഷങ്ങൾ കിട്ടണമെങ്കിൽ മീശ വളർത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അന്നത്തെ പത്മനാഭൻ സാറും ഒക്കെ അവരൊക്കെ ക്ലീൻ ഷേവനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ മലയാളത്തിൽ മാത്രം ഇത് മീശ വേണം എന്നൊക്കെ ഉള്ളൊരു തോന്നലൊന്നുണ്ട്. പക്ഷെ പിന്നെ കിട്ടണമല്ലോ, അതിനുവേണ്ടി പിന്നെ മീശയൊക്കെ വളർത്തി. ഞാൻ മീശ വളർത്തി ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് അന്ന് കട്ടി മീശയൊക്കെ വെച്ചിട്ടുണ്ടെന്ന ഹീറോസായ ജയസൂര്യയും പൃഥ്വിരാജും ഒക്കെ അവരൊക്കെ മീശ മാറ്റി. പുതിയ മുഖത്തിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും പൃഥ്വിരാജ് മീശ മാറ്റിയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ജയസൂര്യ മീശ മാറ്റിയിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ മീശ വയ്ക്കാനും തുടങ്ങി. അപ്പം ഞാൻ പിന്നെ അത് ഞാൻ ഓൾഡി ആയി ആക്ച്വലി എൻ്റെ അടുത്ത് കറക്റ്റ്. ഞാൻ അന്നത്തെ ന്യൂ ജനറേഷൻ കറക്റ്റായിരുന്നു. മീശയും ക്ലീൻ ഷേവ് ആയിട്ടുള്ള മീശയൊന്നും ഇല്ലാണ്ട്